ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ നല്ല പണിയിലാണ് കേട്ടോ. കിച്ചണ് ഫുൾ സജീവമാണ്. അപ്പോൾ ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബലിപെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതുപോലെ നമ്മളെ വീട്ടിലും ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്, പായസം വെക്കാനുള്ളതാണ് കേട്ടോ. ഒരു ഭാഗത്ത് തേങ്ങ ചിരവുന്നുണ്ട്. നമ്മൾ അരിപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അരിയും അതുപോലെ തന്നെ ചെറുപയറിൻ്റെ പരിപ്പില്ലേ, പായസപ്പരിപ്പ്, അതൊക്കെ ഇട്ടിട്ടുള്ള പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ശർക്കരയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഒരു ഭാഗത്ത് ഇതാ അമ്മച്ചി ഇവിടെ ബിരിയാണിയൊക്കെ ദമ്മിടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് എല്ലാതും വിശദമായിട്ട് വീഡിയോ എടുക്കാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്, പായസം ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ പാലെടുക്കൂലേ, അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മൂന്നാം പാലും കൂടെ എടുത്തിട്ട് അതിലാണ് കേട്ടോ അരിയും അതുപോലെ തന്നെ ഈ പായസത്തിൻ്റെ പരിപ്പൊക്കെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പായസം ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുക്കറിലാണ് അതൊക്കെ വേവിച്ചാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു ഭാഗത്ത് ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ബീഫ് വരട്ടും ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പായസമൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അണ്ടിപ്പരിപ്പൊക്കെയാണ് കേട്ടോ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ മുന്തിരി ചേർക്കുന്നതല്ല, ഇവിടെ ഉപ്പാക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ ബിരിയാണിയിലും പായസത്തിലൊന്നും മുന്തിരി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. വെറുതെ മുന്തിരി ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലാതെ ഈ പായസത്തിൽ ബിരിയാണിയിലൊന്നും മുന്തിരി ചേർക്കുന്നത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ. ഇതാ ബീഫ് വരട്ടാനുള്ളതാണ്, വേവിച്ച് വെച്ചതാണ്. പിന്നെ ഇത് സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലൊന്ന് വരട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ബലിപെരുന്നാളിന് നിങ്ങളൊക്കെ എന്താണ് വീട്ടിലുണ്ടാക്കിയത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെന്തൊക്കെ ഉണ്ടാക്കി സ്പെഷ്യലായിട്ട്, വീട്ടിലാരൊക്കെ വന്നു, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ റിലേറ്റീവ്സായിട്ടും പിന്നെ ഫ്രണ്ട്സുകളായിട്ടും ഉപ്പാൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. പായസത്തിലേക്കുള്ള തേങ്ങാക്കൊത്താണ് കേട്ടോ ഈ വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തിട്ടിട്ടുണ്ട്, പിന്നെ തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കിട്ടിയിലും പായസമാണ് കേട്ടോ. പായസം കുടിച്ചവരും അതുപോലെ ബിരിയാണി കഴിച്ചവരൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അധികം ആൾക്കാരും ബിരിയാണി ഒന്നും കഴിക്കില്ല, ഓരോ ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ട് പോകും. കാരണം എല്ലാവരും വീടുകളിലും ഇത് തന്നെയല്ലേ പെരുന്നാളിൻ്റെ. അപ്പോൾ നമ്മളെ റിലേറ്റീവ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പായസമാണ് കേട്ടോ കുടിക്കുക. അല്ല നമ്മളെ ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇങ്ങനെ നമ്മളെ ബീഫ് വരട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിട്ടിലും ബീഫ് വരട്ടാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് വരട്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത്. ബിരിയാണി ചെമ്പൊക്കെ ഇതാ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പാൻ്റെ ജ്യേഷ്ഠനാണ്, മൂത്താപ്പയാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള ബിരിയാണിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം, ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ചിക്കൻ പൊരിച്ചിട്ടുമുണ്ട്. പിന്നെ അതാ നമ്മൾ പായസം, കിടിലം പായസം ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിലും കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ അടുത്ത വീടുകളിലും റിലേറ്റീവ്സിൻ്റെ വീടുകളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അവിടെ പോയാലും എന്തെങ്കിലും ഒരു അര ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാതെ നമ്മൾ പോരൂലല്ലോ, പെരുന്നാളല്ലേ, അവർ നമ്മളെ വിടൂല കഴിക്കാതെ ഒന്നും. നമ്മളെ വീട്ടിൽ വന്നാലും നമ്മൾ അതുപോലെയല്ലേ ചെയ്യുക. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും ചിക്കൻ പൊരിച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് തന്നെ ഉണ്ട് നമ്മളെ അമ്മായിൻ്റെ വീട്, അതുപോലെ ഉപ്പാൻ്റെ അനിയൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ എല്ലായിടത്തും ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അമ്മായിൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതാ കുക്കറിലാണ് കേട്ടോ ഇവിടുത്തെ കപ്സ എന്തോ ആണ് വെച്ചിട്ടുള്ളത്. അത് ദമ്മ് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ എളാപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവിടെ ചിക്കൻ കടായി നെയ്ച്ചോറും പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പായസമൊക്കെ കുടിച്ചു കേട്ടോ അവിടുന്ന്. പിന്നെ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ നിന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്